നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അതുപോലെ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് എങ്ങനെയുള്ള സ്നേഹമാണെന്ന് ഈ വായനയിലുണ്ട്. ഇത് മുഴുവനുമായി കാണുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് നോക്കുവാനായിട്ട് പോകുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം എങ്ങനെയുള്ള സ്നേഹമാണ്, ഏത് തരത്തിലുള്ള സ്നേഹമാണ് എന്നാണ്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് വളരെയധികം മാനിഫെസ്റ്റേഷൻ ആണ് ഇവിടെ ഉയർന്ന തലത്തിൽ നിൽക്കുന്നത്. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഈ വ്യക്തി വളരെയധികം ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യം നിങ്ങളിലൂടെ നടപ്പിലായി കണ്ടതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അതൊരു പക്ഷേ ഈ വ്യക്തിയുടെ ഏറെ കാലത്തെ ആഗ്രഹങ്ങളായിരിക്കാം, സ്വപ്നങ്ങളായിരിക്കാം, ആഗ്രഹിച്ചിട്ടുള്ള ഒരു സ്നേഹബന്ധമായിരിക്കാം, പ്രണയമായിരിക്കാം, കരുതലായിരിക്കാം, വാത്സല്യമായിരിക്കാം, സംരക്ഷണമായിരിക്കാം എന്നിങ്ങനെയുള്ള എന്തൊക്കെയോ മൂല്യമായ കാര്യങ്ങൾ അത് ഈ വ്യക്തിക്ക് നിങ്ങളിൽ നിന്നും ലഭിച്ചു എന്നാണ് കാണപ്പെടുന്നത്. ഈ ഒരു കാര്യം ഈ വ്യക്തിക്ക് മറ്റാരിൽ നിന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. വളരെയധികം ഈ കാര്യത്തിൽ ഈ വ്യക്തി അൺലക്കി ആയിരുന്നു, അതായത് ഒരു നിർഭാഗ്യമായ രീതിയിലായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗ്യ നേട്ടം ലഭിച്ചത് നിങ്ങളിൽ നിന്നും മാത്രമാണ്. നിങ്ങൾ അതുകൊണ്ടാണ് മറ്റുള്ളവരിൽ നിന്നും ഈ വ്യക്തിയുടെ കൺമുന്നിൽ വ്യത്യസ്തരാവുന്നത്, വ്യത്യസ്തയോ ആകുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് വളരെ സത്യസന്ധമായ സ്നേഹമാണെന്ന് ഈ വ്യക്തി തുടക്കത്തിലെ വിശ്വസിച്ചു, മനസ്സിലാക്കി. അപ്പോൾ നിങ്ങളോട് ഒരിക്കലും കരുണ കാണിക്കാതെ പോകുന്നത് ദൈവകോപമാണെന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു. ഈ വ്യക്തിയുടെ ഏറെ കാലത്തെ മാനിഫെസ്റ്റേഷനിലാണ് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു സ്നേഹബന്ധം ഉടലെടുത്തിട്ടുള്ളത്. ഇവിടെ ഒട്ടും സാധ്യതയും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു തരത്തിലും നടക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്ത സാഹചര്യത്തിലാണ് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള സ്നേഹബന്ധം ഉണ്ടായിട്ടുള്ളത്. ഇതിനെ വളരെയധികം അതിശയത്തോടു കൂടി തന്നെയാണ് ഈ പേഴ്സൺ നോക്കിക്കാണുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അത്യപൂർവമായിട്ടുള്ള ഒരു നേട്ടത്തിന് വിധേയമാവുകയാണ് ഈ പേഴ്സൺ ചെയ്തിട്ടുള്ളത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ തന്നെയാണ് ഈ വ്യക്തിയുടെ പോസിറ്റീവായ ഒരു വ്യക്തി. ഈ പോസിറ്റീവിലൂടെ തിരിച്ചു വരുവാൻ, അതായത് ജീവിതം വളരെയധികം വഴിമുട്ടിപ്പോയ ആ ഒരു സമയത്താണ് ഈ വ്യക്തി തിരിച്ചു വരാൻ ആരംഭിക്കുന്നത്. എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ ഒരു തിരിച്ചുവരവിന് ഒരു ശക്തിയില്ലായിരുന്നു. തിരിച്ചു വരുവാൻ വേണ്ടി പ്രചോദനം കൊള്ളുവാൻ ഈ വ്യക്തിക്ക് ആരും തന്നെ ഇല്ലായിരുന്നു. പക്ഷേ എന്നാൽ ഇപ്പോഴോ ഈ വ്യക്തിക്ക് നിങ്ങളിലൂടെ മാത്രമാണ് തിരിച്ചു വരുവാനായി സാധിച്ചിട്ടുള്ളത്. ഇത് ഈ വ്യക്തിയെ കൂടുതൽ കോൺഫിഡൻസിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ മാലാഖമാരുടെ നല്ല രീതിയിൽ തന്നെയുള്ള സംരക്ഷണം നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അതേത് രീതിയിൽ നോക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് കാണപ്പെടുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അത്യപൂർവമായി ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉടനീളമായി ലഭിച്ചിട്ടുള്ളത് നിങ്ങളുടെ ആത്മാർത്ഥമായ സ്നേഹം തന്നെയാണ്. നിങ്ങളിലൂടെ ഈ വ്യക്തിയുടെ ഓറ പവർ തന്നെ മാറിപ്പോയി. ഈ വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള ദിനചര്യകളാണെങ്കിലും വിശ്വാസങ്ങൾ, മാനസികവും ശാരീരികവുമായിട്ടുള്ള ഊർജം, ജീവിതത്തിന്റെ കാഴ്ചപ്പാട്, ലക്ഷ്യബോധം ഇവയിൽ എല്ലാം തന്നെ ഒരു പുനർജന്മം പോലെ പുതിയ ഒരു ഊർജമാണ് നിങ്ങളിലൂടെ പ്രവഹിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു പുതുജീവൻ ഈ വ്യക്തിക്ക് നൽകുവാൻ സാധിച്ചു എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരുപക്ഷെ കണ്ടുമുട്ടിയിട്ടുള്ളത് കേവലം ഒരു നമസ്കാരം അല്ലെങ്കിൽ ഓക്കെ ശരി എന്ന് പറയുന്ന ഒരു ചെറിയ സംഭാഷണത്തിലൂടെ ആയിരിക്കാം, ഒരു യാത്ര ചെയ്യുന്ന സാഹചര്യത്തിലായിരിക്കാം ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകുന്നത്. അപ്പോഴൊന്നും നിങ്ങൾ രണ്ടുപേരും വിചാരിച്ചിട്ടില്ല ജീവിതത്തിൽ ഇത്രയും പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തിയായി മാറും നിങ്ങളെന്ന്. പക്ഷേ ഈ വ്യക്തി ഇപ്പോൾ ഏറ്റവും ദൈവതുല്യമായി നിൽക്കുകയാണ്. അതായത് ദൈവതുല്യമായത് എന്ന് ഉദ്ദേശിക്കുന്നത് വളരെയധികം ഒരു സ്വർഗത്തിൽ നിൽക്കുന്നതിന് തുല്യമായിട്ടാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്.
ഇപ്പോഴാണെങ്കിൽ പോലും നിങ്ങളെ കാണണമെങ്കിൽ ഒരുപക്ഷെ ഈ വ്യക്തിക്ക് ഒരുപാട് മൈലുകൾ ദൂരങ്ങൾ താണ്ടി വരേണ്ടതായിട്ടുണ്ടാകാം. പക്ഷെ എങ്കിൽ പോലും ഈ വ്യക്തിയുടെ ഹൃദയം നിങ്ങൾക്ക് വേണ്ടി തുറന്നു വെക്കുന്നു. അപ്പോൾ നിങ്ങളെ സ്വന്തമാക്കുന്ന കാര്യത്തിലാണെങ്കിൽ പോലും ഇവിടെ ആശയക്കുഴപ്പത്തിൽ ഇരിക്കുന്നവരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ ഒരു ആശയക്കുഴപ്പം എങ്ങനെയൊക്കെ മാറ്റിയെടുക്കാം എന്നുള്ള ചിന്തകളിലും തീരുമാനങ്ങളിലേക്കുമാണ് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും ഒരമ്മയുടെ സ്നേഹമോ അല്ലെങ്കിൽ ഒരു ചേച്ചിയുടെയോ അച്ഛന്റെയോ ചേട്ടന്റെയോ ഭർത്താവിന്റെയോ ഭാര്യയുടെയോ സ്നേഹമൊന്നും ലഭിച്ചിട്ടില്ലായിരിക്കാം. അതുകൊണ്ട് അവരെ എല്ലാവരെയും അല്ലെങ്കിൽ ഒരുമാതിരിയുള്ള, അതായത് അത്യാവശ്യമുള്ള എല്ലാ കഥാപാത്രങ്ങളെയും, വേണ്ടപ്പെട്ട എല്ലാ കഥാപാത്രങ്ങളെയും ഈ വ്യക്തി കാണുന്നത് നിങ്ങളിലൂടെയാണ്. നിങ്ങൾക്ക് അങ്ങനെ പല കഥാപാത്രങ്ങളായി മാറാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് പോലും വളരെയധികം കഴിവുറ്റ ഒരു കാര്യം തന്നെയാണ്. ഈ വ്യക്തി പല സത്യങ്ങളും നിങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ചിലത് വേണ്ട എന്ന് വെക്കുന്നുമുണ്ട്. ഒരുപക്ഷെ തുറന്നു പറയാൻ താല്പര്യപ്പെടാത്ത കാര്യങ്ങളും ആയിരിക്കാം. എന്തു തന്നെ ആയാലും നിങ്ങൾ ഇത്രയും പരിശുദ്ധരാണെന്നും നിങ്ങൾ ഒരു സാധാരണ ഒരു വ്യക്തിത്വത്തിന് ഉടമയാണെന്നും യാതൊരു അഹങ്കാരവും കളങ്കവും ഇല്ലാത്തവരാണെന്നും ഈ വ്യക്തി ഉറച്ചു വിശ്വസിക്കുന്നു. ഒരു വ്യക്തിക്ക് ഇത്രയൊക്കെ ആത്മാർത്ഥത ഉണ്ടാക്കാൻ സാധിക്കുമോ? ആത്മാർത്ഥതയോടു കൂടി സ്നേഹിക്കുവാൻ കഴിയുമോ? ഇതൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വ്യക്തി വിചാരിക്കാറുള്ളത്. പക്ഷേ ഈ വ്യക്തിക്ക് അന്നും ഇന്നും ഒരേ ഒരു അത്ഭുതമായിട്ടുള്ള വ്യക്തി അത് നിങ്ങൾ തന്നെയാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തിനെ കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒക്കെ ആയിരിക്കാം. പക്ഷേ ഈ വ്യക്തി അത് വളരെയധികം സ്നേഹത്തോടെയാണ് അന്വേഷിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് കൂടുതൽ ഈ വ്യക്തിക്ക് അറിയണം. ഒരുപക്ഷെ നിങ്ങൾ കണ്ടുമുട്ടിയിട്ട് കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളായിരിക്കാം, അല്ലെങ്കിൽ കണ്ടുമുട്ടിയിട്ട് കുറെ കാലങ്ങളായിട്ടുണ്ടെങ്കിലും മനസ്സ് തുറന്ന് ഒന്ന് സംസാരിക്കുവാനോ തൻ്റെ ഇഷ്ടങ്ങൾ പരസ്പരം തുറന്നു പറയാനോ ഇഷ്ടാനിഷ്ടങ്ങൾ തുറന്നു പറയാനോ ഒന്നും സാധിച്ചിട്ടില്ലായിരിക്കാം. എന്തു തന്നെ ആയാലും നിങ്ങളെ കാണേണ്ടി വരുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകുമല്ലോ. അതൊരു അസുലഭ മുഹൂർത്തമായി ഈ വ്യക്തി കണക്കാക്കുന്നു. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഊർജത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത് നിങ്ങളിലെ ഒരു ദൈവികതയാണ്. നിങ്ങളിൽ വന്നിരിക്കുന്ന പോസിറ്റീവ് ഊർജം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത് മാത്രമല്ല, നിങ്ങളെക്കുറിച്ച് എത്രമാത്രം അറിഞ്ഞാലും മനസ്സിലാക്കിയാലും ഈ വ്യക്തിക്ക് അത് പോരാ എന്നാണ് കരുതുന്നത്. ഇതെന്തുകൊണ്ടാണ്? യാതൊരു തരത്തിലും മടുപ്പിക്കാത്ത വിധത്തിലുള്ള സ്നേഹമാണ് ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നും നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ചില കാര്യങ്ങളിൽ വാക്ക് തർക്കം നടക്കാം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, നിങ്ങൾക്കിടയിൽ ഇഷ്ടക്കേടുകൾ ഉണ്ടാകാം. പക്ഷെ അതൊക്കെ ഒരു വശം നടക്കുമെങ്കിൽ പോലും നിങ്ങളോടുള്ള സ്നേഹം ഈ വ്യക്തിക്ക് ഒരിക്കലും മായ്ച്ചു കളയാനാകില്ല. ഇതൊരു ദൈവിക ബന്ധമാണെന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തിരിച്ചറിയുന്നു. ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് അത്രയും അങ്ങോട്ട് പോസിറ്റീവ് തരാത്തതായിട്ടുള്ള ഒരു ബന്ധമായിരിക്കാം. ഒരുപക്ഷെ ഒരു അടിമയെ പോലെ ആയിരിക്കാം ഈ വ്യക്തി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആ ഒരു അടിമയിൽ നിന്നും ഉടമയിലേക്ക് വരുന്ന ഒരു രീതിയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഇവിടെ ഈ വ്യക്തിക്ക് മനസ്സ് തുറന്ന് സംസാരിക്കുവാനും ചിരിക്കുവാനും അതുപോലെ തീരുമാനങ്ങൾ എടുക്കുവാനും നിങ്ങളുമായി മനസ്സ് തുറക്കാനും ഒക്കെയും ഈ വ്യക്തിയെ കൊണ്ട് പറ്റുന്നുണ്ട്. അതിനെല്ലാം തന്നെ നല്ല രീതിയിലുള്ള ഒരു സ്വാതന്ത്ര്യം ഈ വ്യക്തിക്കുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും ഈ വ്യക്തി ഹാപ്പിയാണ്. അതുകൊണ്ട് നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഈ വായനയിൽ അത്രയും മുഴുവനുമായി, അതായത് ഏത് തരത്തിലുള്ള സ്നേഹമാണ് അല്ലെങ്കിൽ എങ്ങനെയുള്ള സ്നേഹമാണ് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് എന്ന് ചോദിച്ചാൽ ഉറപ്പായും നമുക്കിവിടെ പറയുവാൻ സാധിക്കും, ഇത് ആത്മാർത്ഥതയുടെ പര്യായത്തിന്റെ സ്നേഹമാണെന്ന്. ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ്. അതിനേക്കാൾ ഉപരി നമുക്ക് ഇവിടെ വേറൊന്നും പറയുവാൻ ആകുന്നില്ല. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.